ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതേപോലുള്ളൊരു ഹെഡ് ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെ മേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോ ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. എന്തെങ്കിലും മാത്രമേ നെക്സ്റ്റ് ടൈം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഹെഡ് ബാൻഡ് വേണം. പിന്നെ നമുക്ക് കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്. ഈ ഒരു ബീഡ്സ് വന്നിട്ട് സെൻറ്ററിൽ നമ്മുടെ ഫ്ലവർ മേക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വർക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. നല്ല ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഹെഡ് ബാൻഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 135 സെൻറ്റിമീറ്ററിൽ ലെങ്ത്തിൽ പിന്നെ 10 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് സ്ട്രെച്ചബിൾ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാനും പറ്റും. ചെറിയ രീതിയിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ചെറിയ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും ഒരുപോലെ വരണം. കുറച്ച് ഭാഗത്ത് കട്ടി കുറഞ്ഞ് കുറച്ച് ഭാഗത്ത് കട്ടി കൂടി അങ്ങനെ വരാൻ പാടില്ല. ഒരു നീറ്റായിട്ട് ഒരേപോലെ വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു ഹെഡ് ബാൻഡ് റോൾ ചെയ്തെടുക്കുന്ന കാര്യം മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ കണ്ടിട്ട് പിന്നെ ഈ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെഡ് ബാൻഡുമാണ്. നല്ല പാർട്ടി വെയർ ടൈപ്പ് ഹെഡ് ബാൻഡുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എൻ്റെ വരെ ഒന്ന് നിങ്ങൾ റോൾ ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഒട്ടും കൊടുക്കാതെ ഇരിക്കാനും പാടില്ല. അപ്പോൾ ഇനി നമുക്ക് 2 പീസ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അത് ഹെഡ് ബാൻഡ് ഞാൻ കംപ്ലീറ്റ് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിൽ കുറച്ചൊരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒരു ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നന്നായിട്ട് ഒട്ടും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ മേക്ക് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളുടെ വലിയ ഫ്ലവറാണോ ചെറിയ ഫ്ലവറാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് അതിൻ്റെ ആവശ്യാനുസരണത്തിനുള്ള ലെങ്ത്തിലും വിഡ്ത്തിലും ഫ്ലവർ പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുതുമല്ല തീരെ ചെറുതുമല്ലാത്ത രീതിയിലുള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീസിനെ ഇതുപോലെ നടുവിലൂടെ ഒന്ന് മടക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് രണ്ടും ഞാനൊരു 75 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വിഡ്ത്ത് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് 3.5 സെൻറ്റിമീറ്റർ, മറ്റേത് 3 സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയിട്ട് നടുവിലൂടെ മടക്കിയിട്ട് നീളത്തിൽ നടുവിലൂടെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് 2-3-4 അട്ടിയിൽ വെച്ചതിന് ശേഷം ഈ ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗം നമുക്കൊരു ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ താഴെ വരുന്ന ഭാഗം ഫോൾഡഡ് ആണ് കേട്ടോ. ആ ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല. ഓപ്പണായിട്ട് വരുന്ന ഭാഗത്തോട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇങ്ങനെ മടക്കിയതിന് ശേഷം എൻഡിൽ വരുന്ന ഭാഗം ഒരു കുറച്ചൊന്ന് ലെവലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ആർച്ച് ഷേപ്പിലോട്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ രണ്ടും ചെയ്തെടുക്കണം. നമ്മുടെ ഗ്ലിറ്റർ വരുന്ന പീസും ഇതുപോലെ തന്നെ നടുവിലൂടെ മടക്കിയിട്ട് വേണം ഇതുപോലെ മടക്കി 2-3-4 അട്ടിയിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. രണ്ടും ഒരുപോലെ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതുപോലെ 2 പീസും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലിറ്റർ വരുന്നതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 പീസിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഈ മടക്കി വരുന്ന ഭാഗത്തൂടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ വരെ കൊടുത്തിട്ട് രണ്ടെണ്ണം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ സാധാരണ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ. അപ്പോൾ 2 ഫ്ലവർ ഞാൻ ഇതുപോലെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ 2 ഫ്ലവർ നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് 2 ഫ്ലവറും നന്നായിട്ട് ടൈറ്റായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് ചെറിയൊരു ബീഡ്സ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ പോലെ ഒന്ന് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കിയിട്ട് വരിക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു വർക്ക് കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലോട്ട് ഇനി നമുക്ക് ഈ ചെയ്തിരിക്കുന്ന വർക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതും നീഡിലും ത്രെഡും വെച്ചിട്ട് തന്നെ കോർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നെറ്റ് ഫാബ്രിക്കൊക്കെ നമുക്ക് ത്രെഡ് ഹൗസിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ക്ലിപ്പിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിന് ഒരു സൈഡിലോട്ടായിട്ട് ഒന്ന് നീഡിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്ലൂ ഒന്നും ആവശ്യം വരുന്നില്ല. നീഡിൽ ത്രെഡ് വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഗ്ലൂവിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത്, ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈറ്റായി എന്ന് തോന്നുന്നത് വരെ കുറച്ച് തവണ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ അത്രയുള്ള കാര്യം. വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ വേറെന്താ, അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ പറയാൻ ഈ ഒരു ഹെഡ് ബാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ. അപ്പോൾ ഇതേ നമ്മുടെ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ അടുക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് വാങ്ങിയ ഒരു ഹെഡ് ബാൻഡാണ് കേട്ടോ. ഇത് നല്ലൊരു മെറ്റീരിയലും ആണ്. ചെയ്തിട്ട് കാണുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ ലുക്കുള്ള ഒരു ഹെഡ് ബാൻഡ് ആയത് കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്